തീവ്രവാദികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് പാകിസ്ഥാൻ സ്വീകരിച്ചത്. ഈ നിലപാട് തിരുത്തണമെന്ന് പലവട്ടം ആവശ്യപ്പെട്ടെങ്കിൽ കൂടിയും പാകിസ്ഥാൻ അതിന് തയ്യാറായില്ല. ഈ ഘട്ടത്തിലാണ് കടന്നാക്രമണത്തിന് ഇന്ത്യക്ക് തയ്യാറാവേണ്ടത് വന്നത് എന്നതാണ് ഇക്കാര്യത്തിൽ ഇന്ത്യയുടെ സുവ്യക്തമായ നിലപാട്. ആ നിലപാട് ഒന്നുകൂടി ആവർത്തിക്കും. ലോകത്തെ പല വിദേശ രാജ്യങ്ങളും പ്രധാനപ്പെട്ട സാമ്പത്തിക ശക്തി അടക്കം ഈ തീവ്രവാദത്തിൻ്റെ പാർശ്വഫലങ്ങൾ അനുഭവിക്കുന്നതാണ്. ആ രാജ്യങ്ങളുടെ മുന്നിൽ ഇന്ത്യ നടത്തിയ പോരാട്ടം തുറന്നു കാട്ടും എന്നതാണ് ഇന്ത്യയുടെ നിലപാട്. അതുകൊണ്ട് മറ്റ് നീക്കങ്ങളും മറ്റ് താല്പര്യങ്ങളും ഒന്നുമില്ല. മറിച്ച് ഞങ്ങളുടെ ലക്ഷ്യം ഭീകരവാദത്തെ ഇല്ലാതാക്കിയാണ്. ആ നിലപാടുമായി ഇന്ത്യ മുന്നോട്ട് പോകും. ഒരുപക്ഷെ സമ്മർദ്ദവുമായി പുതിയ നയതന്ത്ര നീക്കവുമായി ഇന്ത്യയെ സമീപിക്കുന്ന ലോകരാജ്യങ്ങൾക്ക് മുന്നിലും ഇന്ത്യക്ക് മുന്നോട്ട് വെക്കാനുള്ള നീക്കവും നിലപാടും അതുതന്നെയാണ്. ഡോക്ടർ എസ് ജയശങ്കർ അദ്ദേഹം പലവട്ടം വിദേശ രാജ്യങ്ങളുമായി സംസാരിക്കുമ്പോൾ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. അതുതന്നെയാണ് വീണ്ടും ആവർത്തിക്കപ്പെടുക. കാരണം ഓപ്പറേഷൻ സിന്ദൂർ പ്രഖ്യാപിച്ചതിന് ശേഷമുണ്ടായ പല അന്താരാഷ്ട്ര രാജ്യങ്ങളുമായുള്ള സംസാരത്തിലും നീക്കങ്ങളിലുമെല്ലാം ഇന്ത്യ പൊതുവിൽ സ്വീകരിക്കുന്ന നിലപാടും അതുതന്നെയാണ്. IMF-ന്റെ പണം നൽകരുത് പാകിസ്ഥാനെ എന്ന വാദം ഉന്നയിക്കാൻ ഇന്ത്യ ശക്തമായി ഉന്നയിച്ചതും ഈ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പാകിസ്ഥാന്റെ നിലപാട് തന്നെയാണ്. അങ്ങനെ ശക്തമായ നിലപാട് ഭീകരവാദത്തിനെതിരെ ഞങ്ങൾ സ്വീകരിക്കുന്നു, തീവ്രവാദത്തിനെതിരെ സ്വീകരിക്കുന്നു. അത് പാകിസ്ഥാൻ അതിൻ്റെ കേന്ദ്രമായതുകൊണ്ടാണ് അത്തരമിടങ്ങളിൽ സൈനിക നീക്കം വേണ്ടി വരുന്നത് എന്നതാണ് ഇന്ത്യയുടെ വാദം. ആ വാദം ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഏറെക്കുറെ അംഗീകരിക്കപ്പെട്ടതാണ്. അവർ അത് അംഗീകരിച്ചതുമാണ്. ഇതാ വീണ്ടും മാധ്യമങ്ങളെ കണ്ട് പ്രതിരോധ വകുപ്പും ഒപ്പം വിദേശകാര്യ വകുപ്പും സംയുക്തമായി നിലപാടറിയിക്കുകയാണ്. ഇന്നലെ നടന്ന സൈനിക നീക്കവും അതിൻ്റെ തുടർ നടപടികളും സർക്കാർ തന്നെ വിശദീകരിക്കാൻ പോവുകയാണ്. അല്പസമയത്തിനുള്ളിൽ വാർത്താ സമ്മേളനം ആരംഭിക്കും. അതിനുള്ള ഒരുക്കങ്ങളെല്ലാം അവിടെ പൂർണ്ണമായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസത്തെ അതേ ടീം തന്നെയാണ് ഇന്നും മാധ്യമങ്ങളെ കാണാനെത്തുക. വിദേശകാര്യ സെക്രട്ടറി ഉണ്ടാവും, ഒപ്പം തന്നെ വ്യോമിക സിംഗും ഒപ്പം തന്നെ സോഫിയ ഖുറേഷിയും തന്നെ മാധ്യമങ്ങളെ കണ്ട് കാര്യങ്ങൾ വിശദീകരിക്കും. ഉറ്റുനോക്കുന്നു വ്യോമ സേനയുടേതടക്കം നിലപാടുകൾ വ്യക്തമാക്കിക്കൊണ്ടുള്ള വാർത്താ സമ്മേളനത്തിലേക്ക് കടക്കുമ്പോൾ വിദേശകാര്യ മന്ത്രാലയവും പ്രതിരോധ മന്ത്രാലയവും സംയുക്തമായിട്ടുള്ള വാർത്താ സമ്മേളനത്തിലേക്കാണ് കടക്കുന്നത്. പലതരത്തിലുള്ള ആരോപണങ്ങൾ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന്. ഇന്ത്യയുടെ എയർ ഡിഫൻസ് സിസ്റ്റം തകർത്തുന്ന പാകിസ്ഥാൻ S-400 ഇന്ത്യയുടെ സുദർശന ചക്ര നശിപ്പിച്ച് എന്നുള്ള അവകാശവാദം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന്. ഈ ആരോപണം പരിപൂർണമായിട്ട് ഇന്ത്യൻ സേന തള്ളിക്കളയുകയും ചെയ്തിട്ടുണ്ട്. പലതരത്തിലുള്ള ആരോപണങ്ങൾ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന്. പതറുമ്പോൾ രക്ഷപ്പെടാൻ, മുഖം രക്ഷിക്കാൻ പലതരത്തിലുള്ള കള്ളക്കഥകൾ പാകിസ്ഥാൻ മെനഞ്ഞുണ്ടാക്കി. അത് ഇന്നലെ അമൃത്സറിൽ ആക്രമണം നടത്തിയത് ഇന്ത്യ സ്വയമാണ് എന്നതടക്കമുള്ള നട്ടാൽ കുരുക്കാത്ത നുണകൾ വരെ പാകിസ്ഥാൻ പടച്ചുവിടുകയുണ്ടായി. എല്ലാത്തിനുള്ള ഒരു മറുപടി കൂടി ഈ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടാകും. പ്രധാനമായും വ്യോമപാത അടച്ചിട്ടുണ്ട് പാകിസ്ഥാൻ. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് കൂടിയാണ് ഈ വാർത്താ സമ്മേളനം ഉണ്ടാകുന്നത്. പാകിസ്ഥാന്റെ സൈനിക നീക്കം ബുനിയാനു മർസൂസ് പാകിസ്ഥാൻ പ്രഖ്യാപിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്നലെയൊക്കെ ജമ്മുവിലും മറ്റ് സ്ഥലങ്ങളിലേക്കും നിരന്തരം നടത്തിയ ഡ്രോൺ ആക്രമണം, അതുമായി ബന്ധപ്പെട്ടും എന്ത് നിലപാടാണ് സേന സ്വീകരിച്ചത് എന്നുകൂടി വിശദമാക്കുന്നതായിരിക്കും വാർത്താ സമ്മേളനം എന്ന് കരുതുന്നു. ഇപ്പോൾ വരുന്ന പുതിയൊരു വാർത്ത, IMF ഇന്നലെ പാകിസ്ഥാന് വായ്പ അനുവദിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് കടന്നിരുന്നു. ഇന്ത്യ അതിൽ വിയോജിപ്പ് രേഖപ്പെടുത്തുകയും ചെയ്തു. വീണ്ടും അതിൽ എതിരെ ഇന്ത്യ IMF-നെ സമീപിക്കുമെന്നാണ് അറിയുന്നത്. ഇന്നലെ തന്നെ ഇന്ത്യ വ്യക്തമാക്കിയതാണ്, ആ തരത്തിലുള്ള വായ്പാ അനുമതി നൽകിയാൽ പാകിസ്ഥാൻ അത് ഭീകരവാദത്തിനായി പ്രയോഗിക്കും എന്നുള്ളത്. ഈ വായ്പാ അനുമതി നൽകിയ ശേഷവും തുടർ ഡ്രോൺ ആക്രമണങ്ങളാണ് ഉണ്ടായത്. 3 ദിവസം മുൻപാണ് ഫത്തേ 2 മിസൈൽ പാകിസ്ഥാൻ പരീക്ഷിച്ചത്. അതിനുശേഷം അത് ഡൽഹിക്ക് നേരെ തൊടുത്തുവിടുകയും ചെയ്തു പാകിസ്ഥാൻ. അത് നിർവീര്യമാക്കാൻ ഇന്ത്യൻ സൈന്യത്തിന് കഴിയുകയും ചെയ്തു. സജിത്ത്, ഈ വാർത്താ സമ്മേളനം എല്ലാ കാര്യങ്ങളും ഉൾക്കൊണ്ടുകൂടിയായിരിക്കും എന്നുകൂടി ഉറ്റുനോക്കുന്ന ഒരു സാഹചര്യം വളരെ പ്രധാനപ്പെട്ടത്. ഒപ്പം ആഭ്യന്തര സുരക്ഷയുമായി ബന്ധപ്പെട്ട് നിരവധി ജാഗ്രതാ നിർദ്ദേശങ്ങൾ വിവിധ സംസ്ഥാനങ്ങളിലായി രാജസ്ഥാൻ, ഹരിയാന, പഞ്ചാബ്, ഗുജറാത്ത്, ഉത്തരാഖണ്ഡ് വരെ അത്തരം ജാഗ്രതാ നിർദ്ദേശങ്ങളുള്ള സമയം കൂടിയാണ്. അതുകൂടി പരാമർശിക്കുമോ വാർത്താ സമ്മേളനത്തിൽ? ഇത് ഏത് തരത്തിലാണ് നമ്മളൊരു അലർട്ടിലേക്ക് കടക്കുന്നത് എന്നുകൂടി ഇതെല്ലാം ഉറ്റുനോക്കുന്നുണ്ട് ഈ സമയത്തല്ലേ?
തീർച്ചയായും ആ തരത്തിലുള്ള നീക്കമുണ്ട്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാകിസ്ഥാന്റെ പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ പല കേന്ദ്രങ്ങൾക്കും നേരെ ലക്ഷ്യമിട്ടുകൊണ്ട് ഇന്ത്യയുടെ സൈനിക നീക്കം ഇന്നലെ ഉണ്ടായിട്ടുണ്ട്. കാരണം തിരിച്ചടിക്കുമ്പോൾ അവരുടെ സൈനിക ശക്തിക്ക് പോറലേൽപ്പിക്കുക എന്ന ലക്ഷ്യത്തിൽ തന്നെയാണ് ഇന്നലെ മുതൽ നമ്മുടെ നീക്കം. അതിൽ പ്രധാനപ്പെട്ട നീക്കങ്ങളിൽ ഒന്നായി മാറുക ഇന്ത്യ സർഹോദ എയർബേസ് പാക് പഞ്ചാബിലുള്ള സർഗോദ എയർ ബേസിന് നേരെ ഇന്ത്യ ആക്രമണം നടത്തി. അതിൻ്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. നമുക്ക് പ്രേക്ഷകരിലേക്ക് ആ ദൃശ്യം കൂടി എത്തിക്കാൻ കഴിയും എന്ന് കരുതുന്നു. എന്തായാലും വളരെ സുപ്രധാനമായ ഒരു നീക്കം തന്നെ നമ്മൾ അവിടെ നടത്തുന്നു. പാകിസ്ഥാന്റെ തന്ത്രപ്രധാനമായ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ആ നീക്കം ഇന്ത്യ നടത്തുന്നത്. നമുക്കറിയാം, ഓപ്പറേഷൻ സിന്ദൂർ പ്രഖ്യാപിച്ചതിന് ശേഷം 9 ഭീകരവാദ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് മാത്രമായിരുന്നു ഇന്ത്യയുടെ നീക്കം ഉണ്ടായത്. പക്ഷേ തിരിച്ചടിച്ച പാകിസ്ഥാൻ സാധാരണ സിവിലിയൻ കേന്ദ്രങ്ങളെയാണ് ലക്ഷ്യമിട്ടത്. അതിന് മറുപടി ഒന്നുമാണ് ഇന്ത്യ തുടർന്ന് പിന്നെ ലാഹോറിലെ പ്രധാനപ്പെട്ട അവരുടെ എയർ ഡിഫൻസ് സംവിധാനത്തിന് നേരെ തിരിച്ചടിച്ചത്. വീണ്ടും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും സാധാരണ ജനങ്ങൾക്ക് നേരെ തിരിച്ചടി ഉണ്ടാകുന്നു, ഷെൽ വർഷിക്കുന്നു, ഒപ്പം തന്നെ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള ബോംബാക്രമണവും തുടർന്നു. ഇതിന് മറുപടിയെന്നുമാണ് വീണ്ടും ഇന്ത്യ പാകിസ്ഥാനിൻ്റെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഇന്നലെ രാത്രിയിൽ ആക്രമണം നടത്തിയത്. ഏറെക്കുറെ 4ഓളം വരുന്ന പാകിസ്ഥാൻ എയർ ബേസുകൾ ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു ഇന്ത്യൻ സേനയുടെ നീക്കം. മിസൈലുകളും ഒപ്പം തന്നെ ഷെല്ലുകൾ വർഷിച്ചുകൊണ്ടുമായിരുന്നു സേനയുടെ ഭാഗത്തു നിന്നും ആ നീക്കമുണ്ടായത്. എന്തായാലും അതിർത്തിയോട് ചേർന്നുള്ള പാക് പഞ്ചാബിലെ സർഗോദ എയർ ബേസിന് നേരെ ഇന്ത്യയുടെ ആക്രമണമുണ്ടായി. വലിയ നാശനഷ്ടം അവർക്കവിടെ ഉണ്ടാവാൻ കഴിഞ്ഞു എന്നാണ് മനസ്സിലാവുന്നത്. അത്തരമൊരു ആക്രമണമുണ്ടായ കാര്യം പാകിസ്ഥാൻ തന്നെ നേരത്തെ സ്ഥിരീകരിച്ചതാണ്. പക്ഷേ തങ്ങൾക്ക് നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നതായിരുന്നു അവർ വാദം. പക്ഷേ ഇന്ത്യക്ക് തെളിവായി മുന്നോട്ട് വെക്കാനുള്ളത് വലിയ നാശനഷ്ടം അവിടെ ഉണ്ടായി എന്നതാണ്. എന്ന് മാത്രമല്ല, നമുക്ക് മുന്നിൽ ലഭ്യമാവുന്ന ചില ദൃശ്യങ്ങൾ നൽകുന്ന തെളിവുകളും അങ്ങനെ തന്നെയാണ്. വലിയ സ്ഫോടനമാണ് എയർ ബേസിൽ ഉണ്ടായിരിക്കുന്നത്. സ്വാഭാവികമായും നാശനഷ്ടം വലിയ രീതിയിൽ തന്നെ ഉണ്ടാവാനാണ് സാധ്യത. വാർത്താ സമ്മേളനത്തിലുള്ള ഒരുക്കങ്ങളെല്ലാം പൂർണ്ണമായിട്ടുണ്ട്. അവിടെ ഇപ്പോൾ തന്നെ വ്യോമിക സിംഗും ഒപ്പം തന്നെ സോഫിയ ഖുറേഷിയും ഒപ്പം വിദേശകാര്യ സെക്രട്ടറിയും അടങ്ങിയ സംഘമെത്തി കാര്യങ്ങൾ വിശദീകരിക്കും. എല്ലാ ദിവസവും പകല് വൈകുന്നേരം 5:30 മാധ്യമങ്ങളെ കണ്ട് കാര്യങ്ങൾ വിശദീകരിക്കാറുള്ള സർക്കാർ ഇന്ന് നേരത്തെ രാവിലെ മാധ്യമങ്ങളെ കണ്ട് ചില കാര്യങ്ങൾ സുപ്രധാന വിവരങ്ങൾ അറിയിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം ഇന്നലെ അതിസുപ്രധാനമായ ചില സൈനിക നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇക്കാര്യത്തിലുള്ള വ്യക്തമായ ഒരു വിശദീകരണം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. എന്ന് മാത്രമല്ല, ഇന്ത്യയെ സംബന്ധിച്ചും അതിർത്തി മേഖലകളിൽ വ്യാപകമായ കാഷ്വാലിറ്റിയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പ്രധാനപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥന്റെ ജീവനടക്കം നമുക്ക് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ വളരെ സുപ്രധാനമായ ചില നീക്കങ്ങൾ ഉണ്ടാകുന്നു. ഇതിനൊപ്പം ഈ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനമായ S-400 നാശമുണ്ടായെന്നുള്ള വാർത്തകളൊക്കെ പ്രതിരോധ മന്ത്രാലയം നിഷേധിച്ചിരിക്കുന്നു. ഇങ്ങനെയുള്ള പ്രചാരണങ്ങളൊക്കെ നടത്തുന്ന സമയം കൂടിയാണ് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം. പാകിസ്ഥാന്റെ ഡ്രോണും മിസൈലും ഒക്കെ തകർക്കുന്നതിൽ അതിനിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ച പ്രതിരോധ ചക്ര സുദർശന ചക്രം എന്ന് വിളിക്കുന്ന S-400 തന്നെ ഞങ്ങൾ നശിപ്പിച്ചു എന്നുള്ള വാദം പാകിസ്ഥാന്റെ ഭാഗത്തുണ്ടാവാം. ഇത്തരം കാര്യങ്ങളിലുള്ള വിശദീകരണവും അതുപോലും ഈ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടായേക്കാം, അല്ലേ? തീർച്ചയായും ആ കാര്യത്തിലൊക്കെ വിശദീകരണം തീർച്ചയായും ഉണ്ടാകുമെന്ന് നമുക്ക്